വീട്ടിലൊക്കെ സന്ധ്യാസമയത്ത് വാങ്ക് വിളിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാദീപം കത്തിക്കണേ കേട്ടോ. വീട്ടിലെ ഞങ്ങളുടെ തൊട്ടടുത്ത പള്ളിയിൽ വാങ്ക് വിളിക്കും. അപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ അതൊരു ശുഭമുഹൂർത്തമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കണേ. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അല്ലേ. രാവിലെ സുബൈ വാങ്ക് കൊടുക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ എണീക്കണേ. അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് കേൾക്കുമ്പോ ഇത് ഉറങ്ങാനുള്ള സമയമല്ല, ഇത് എണീക്ക് പ്രാർത്ഥിക്ക് എന്ന് പറയുന്ന ആ കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യ വന്നിട്ട് വിളിക്കും, എണീച്ചോളിട്ടാ വാങ്ക് കൊടുത്തക്കണ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ വിളിക്കും. എല്ലാവരും എണീക്കും, മക്കൾ എണീക്കും, മക്കളൊക്കെ കഴിഞ്ഞ് പഠിക്കാനിരിക്കും. അങ്ങനെയാണ്, അതൊരു ശുഭമുഹൂർത്തമാണ്. അപ്പൊ വൈകുന്നേരം ഈ വിളക്ക് കത്തിക്കാനുള്ള ഡ്യൂട്ടി എന്റെ മോൾക്കാ. പക്ഷെ സ്കൂൾ വിട്ട് വന്നിട്ട്, നിങ്ങളുടെ പ്രായമല്ലേ, സ്കൂൾ വിട്ട് വന്നിട്ട് കളിച്ചിട്ട് കളിയിലൊക്കെ പെട്ട് ഇങ്ങനെ കഴിച്ച അവസാനം വാങ്ക് വിളിക്കുമ്പോഴാണ് അയ്യോ നേരം വൈകിയല്ലോ, വാങ്ക് വിളിച്ചല്ലോ എന്ന് പറയാം. വീണ്ടും പോയി കുളിക്കാൻ പോകും, ഒരു 10 മിനിറ്റ് വീണ്ടും വൈകും. അപ്പൊ അവളുടെ അമ്മ ചീത്ത പറയും, നേരത്തെ കുളിച്ച് വൃത്തിയായി വിളക്ക് തുടച്ച് അവിടെ തിരിയൊക്കെ ഇട്ട് നിൽക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ, ഇനി ആവർത്തിക്കരുതെന്ന് പറയും. വീണ്ടും ആവർത്തിക്കും. നിങ്ങളെ പോലത്തെ മക്കളല്ലേ. വീണ്ടും ആവർത്തിക്കുമ്പോൾ നല്ല വടി എടുത്ത് നല്ല പെട കൊടുക്കും, നല്ല അടി അടിക്കും. ഈ അടി കിട്ടുമ്പോ അമ്മയെ പേടിച്ച്, അടി കിട്ടുന്ന പേടിച്ച് അമ്മയെ വെട്ടിച്ച് ഓടി 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 ആ ബെഞ്ചും കൂടെ ഇങ്ങോട്ട് ചാടി, ആ മതിൽ കൂടെ അങ്ങോട്ട് ചാടി, അവസാനം വന്ന് നിൽക്കണ എവിടെ അറിയോ? എന്റെ മുന്നിൽ, എന്റെ അരയിൽ കെട്ടിയന് പിടിക്കും. എന്നിട്ട് മുഖത്തേക്ക് ഒരു നോട്ടമുണ്ട് അമ്മയുടെ. ആ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? അമ്മേ ഒന്ന് അടിച്ചേ, അമ്മ ഒന്ന് അടിച്ചേ കാണട്ടെ. അവൾക്കറിയാം ഇനി അവളുടെ അമ്മ എന്നല്ല ഈ ലോകത്ത് ഒരാളും അവളെ തൊട്ടുപോകില്ല എന്ന് അവൾക്കറിയാം. കാരണം അവളുടെ അച്ഛന്റെ കാലിച്ചുവട്ടിലാണ് നിൽക്കുന്നത്. അതിന്റെ അപ്പുറത്തൊരു സുരക്ഷ ഈ ലോകത്ത് അവൾക്ക് കിട്ടാനില്ല. അവളുടെ അച്ഛന്റെ ജീവൻ പോയാല് അവളെ ആര് തൊട്ടു നോക്കൂ എന്ന് അവൾക്കറിയാം. മക്കളെ മക്കളെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ആ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന എന്റെ മോളെ, എന്റെ പൊന്നുമോളെ, എന്റെ മോളല്ല എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണെങ്കിലോ? ഇത് ഞാനല്ല, ഈ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന എന്റെ മോളല്ല എന്ന് എനിക്ക് മാറിപ്പോവുകയാണെങ്കിലോ? ഞാനും അങ്ങനെ ആയേക്കാം. ലഹരിക്ക് അടിമപ്പെട്ടാൽ ഞാനും അങ്ങനെ ആയേക്കാം. ലഹരിക്ക് അടിമപ്പെട്ടാൽ ആരും അങ്ങനെ ആയേക്കാം. ലഹരിക്ക് അടിമപ്പെട്ടാൽ നിങ്ങളും അങ്ങനെ ആയേക്കാം. ഇവിടെ ഇരിക്കുന്ന ആൺകുട്ടികളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ സഹോദരി, ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക്. അവര് ഈ ടൗണിലൂടെ, നിങ്ങളുടെ നാട്ടിലൂടെ പുറത്തേക്ക് സ്കൂളിൽ പോവാനോ ജോലിക്ക് പോകാനോ നടന്നു പോകുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും അലവലാദികൾ അവരോട് മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ, മോശമായിട്ട് നോക്കിയാൽ, നിങ്ങളുടെ ചേച്ചിയുടെ, നിങ്ങളുടെ അനിയത്തിയുടെ, നിങ്ങളുടെ താത്തയുടെ, നിങ്ങളുടെ സഹോദരിയുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ചിത്രമുണ്ട്. നിങ്ങളുടെ ചിത്രം ഓടി വരുന്ന നിങ്ങളുടെ ചിത്രം. ഇവനെ കാണുമ്പോൾ അവന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ, മനസ്സ് ധൈര്യം കൊടുക്കാൻ ഓടി വരുന്ന ചിത്രം. അവർ പറയും, എന്റെ അനിയൻ, എന്റെ ഏട്ടൻ, ഞാൻ അവനോടൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ പൊടി കാണില്ല. എനിക്ക് എന്റെ അനിയനുണ്ട്, എനിക്ക് എന്നെ നോക്കാൻ എന്റെ സഹോദരനുണ്ട്. അവരുടെ ഉറപ്പാണ്, അവരുടെ ബലമാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളെ പേടിച്ച് നിങ്ങളെ സഹോദരിക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിലോ? മക്കളെ, ലഹരിയുടെ ഏറ്റവും വലിയ കുഴപ്പം അതാ, തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു. സ്വന്തം സഹോദരിയെ പോലും, സ്വന്തം ഉമ്മയെ പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.